ഒന്നുമില്ല ചേച്ചി. അല്ല, ഏട്ടത്തി ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അല്ല, ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. അവള് വന്നോളൂ, ഞാൻ അവളെ കൊണ്ടുവന്നോളാം. അഞ്ചു ചെല്ലേ. അവള് കേട്ടാണോ ചേച്ചി? ഏയ്, കേട്ടൊന്നും കാണത്തില്ല. നീ വാ, ഭക്ഷണം കഴിക്കാം. ഇവളെങ്ങാനും അറിഞ്ഞ പിന്നെ നാട് മൊത്തം അറിഞ്ഞ പോലെയാ. ഇനി നീ അതിന്റെ പേര് ടെൻഷൻ അടിക്കല്ലേ. അവള് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ചേച്ചി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്റെ കൊച്ചെ, എന്ത് ഹെൽപ്പ് വേണേലും ചെയ്യാ. നീ ആദ്യം വന്ന് ഭക്ഷണം കഴിക്കും. വാ. കഴിക്കുമോളെ. എന്തൊരു ക്ഷീണമെന്ന് നോക്കിയ മുഖത്തൊക്കെ. ഒന്നുമില്ലമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാരും കഴിച്ചോ അമ്മ? ഇവിടെ എല്ലാവരും കഴിച്ചു. ഇവള് വിളിച്ചിട്ട് വരണ്ടേ? മോള് കഴിക്കുക, അമ്മ വെള്ളം എടുത്തിട്ട് വരവേ. നീ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ എന്തിനാ വായിൽ വെള്ളം ഇറക്കി ഇവിടെ നിൽക്കുന്നത്? പോയിക്കൂടെ? എന്താ നോക്കുന്നത്? എന്തിനാ അവിടെ വെറുതെ? ഇവിടെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്താലേ ശരിയാവുള്ളൂ. എന്താണ് നോക്കിക്കണ? കഴിക്കുമോളെ, കഴിക്ക്. എത്ര നാൾക്ക് ശേഷമാവണി നീ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത്? മനസ്സ് മാറി വരുന്നുണ്ടല്ലേ? അമ്മ, ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് തന്നെയല്ലേ? നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ആവണി ഇതുപോലെ എന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. പിന്നെ എന്നോട് കുറച്ച് സ്നേഹത്തിൽ പെരുമാറിയും മതി. ഇയാൾക്ക് ഈ വായ വെച്ചൊന്ന് മിണ്ടാതിരുന്നൂടെ? ഞാൻ നാരായണൻ വക്കീലല്ല മിണ്ടാതിരിക്കാൻ. എനിക്ക് പറയാനുള്ള ഞാൻ പറയും. ഒരു കാര്യം ഞാൻ പറയാം, ഈ വക്കീലുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ട് നിങ്ങളുടെ നല്ലതിനല്ല. ഇത് തന്നെയാണ് ഞാൻ അവനടുത്തും പറയാറുള്ളത്. നിങ്ങളായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല. നിനക്ക് എന്താ മോനെ? അല്ല, ഇവരെന്തിനാണ് എപ്പോഴും ഇങ്ങോട്ട് കയറി വരുന്നത്? നിനക്കിത് എന്തൊക്കെ അറിയണം? അവര് വരിക പോകുക എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? എന്നാ എന്തെങ്കിലും ആവട്ടെ, എല്ലാം അമ്മ പറയണവരെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ